കൂത്താട്ടുകുളം വഴി തൊടുപുഴയ്ക്ക് പോകുമ്പോൾ ടൗണിൽ നിന്നും അല്പം മാറി ഇടതുവശത്തായി ഒരുപാട് പഴക്കം തോന്നിക്കുന്ന ഒരു മഹാദേവ ക്ഷേത്രം കാണാം. ഇതാണ് കൂത്താട്ടുകുളം മഹാദേവ ക്ഷേത്രം. മധ്യകേരളത്തിലെ വളരെ പുരാതനമായ ക്ഷേത്രങ്ങളിലൊന്നാണിത്. ഈ ക്ഷേത്രത്തിന് ഒരു വലിയ പ്രത്യേകതയുണ്ട്. മഹാദേവനും ശ്രീ പാർവതീദേവിയും ഗണപതിയും സുബ്രഹ്മണ്യനും ഒരേ ശ്രീകോവിലിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ള ശിവകുടുംബ സങ്കല്പത്തിലുള്ള കേരളത്തിലെ അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണിത്. കൂത്താട്ടുകുളത്തിന്റെ സ്ഥലനാമചരിത്രങ്ങളുമായി ഏറെ ബന്ധപ്പെട്ട ഒരുപാട് ഐതിഹ്യങ്ങളുള്ള ഒരു ക്ഷേത്രമാണിത്. അപൂർവങ്ങളായ ചുവർച്ചിത്രങ്ങളും കൊത്തുപണികളും വലിയ വലിക്കൽപ്പുരയുടെ മുകളിൽ രാമായണ കഥയുമൊക്കെ കൊത്തിവച്ചിരിക്കുന്നത് കാണാം. നിരവധി പ്രത്യേകതകളും ശില്പഭംഗിയുമുള്ള ഈ ക്ഷേത്രം കാലപ്പഴക്കം കൊണ്ടും ചില പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ടും പല ഭാഗങ്ങളും ജീർണമായ അവസ്ഥയിലാണ്. 1980കളിൽ BBC ഈ ക്ഷേത്രത്തിലെ ചുമർചിത്രകലാ പ്രാധാന്യത്തെക്കുറിച്ചൊരു ഡോക്യുമെന്ററി ചെയ്തിരുന്നു. ഒരു കാലത്ത് 1000ഓളം പേർക്കിരിക്കാവുന്ന ഊട്ടുപുരയും ലക്ഷദ്വീപം കൊളുത്തുന്ന വിളക്കുമാടവും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവയൊന്നും ഇപ്പോൾ കാണാനില്ല. ഇപ്പോൾ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടക്കാൻ പോകുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. നേരത്തെ വടക്കുംകൂർ രാജ്യത്തിന്റെ ഭാഗമായിരുന്ന കൂത്താട്ടുകുളം 1750ൽ മാർത്താണ്ഡവർമ്മയാണ് തിരുവിതാംകൂറിനോട് ചേർക്കുന്നത്. അന്നത്തെ ദളവയായിരുന്ന രാമയ്യനാണ് വടക്കുംകൂർ പിടിച്ചെടുത്തതിന്റെ പ്രായശ്ചിത്തമായി ഈ ക്ഷേത്രം പുനരുദ്ധരിച്ചതെന്ന് ചരിത്രം പറയുന്നു. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ദേവസ്വം ബോർഡാണ് ക്ഷേത്രകാര്യങ്ങൾ ഇപ്പോൾ നോക്കി നടത്തുന്നത്. ഈ ക്ഷേത്രം എത്രയും വേഗം പഴയ പ്രൗഢിയിലേക്ക് എത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.